Dear students, let me introduce before you our new Physical Education Director, Mr. Anthony Adam, a former Olympian. Please come, please. 1988 ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിട്ടുള്ള മിസ്റ്റർ ആന്റണി ആദമിന്റെ സേവനം ഈ സ്കൂളിന് ലഭിച്ചതിൽ നമുക്ക് അഭിമാനമുണ്ട്. ഇദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ ഈ സ്കൂളിൽ നിന്നും ഭാവിയിൽ ഒരു ഒളിമ്പ്യനെങ്കിലും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. Why one Olympian? There will be many Olympians, I promise. ഇവന്റ് പറയാൻ പറയടാ. ഒളിമ്പ്യന്റെ ഇവന്റ് പറഞ്ഞില്ലേ? Practice. By constant practice. നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ബൂമറാങ്ങിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഓസ്ട്രേലിയൻ ട്രൈബ്സ് വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന. Yes. Hits and comes back. To be scientific. ഒരു മാസ് ഒരു പ്രത്യേക ആംഗിളിൽ ഒരു നിശ്ചിത വെലോസിറ്റിയിൽ മുമ്പോട്ട് എറിഞ്ഞാൽ അതിന്റെ ഭ്രമണപഥം ഡീവിയേറ്റ് ചെയ്ത് അത് തിരികെ എറിഞ്ഞെടുത്ത് തന്നെ എത്തും. This is the theory. To make it possible, rigorous and regular practice. സർ ഇതെന്തൊരു മാജിക്കാ? മാജിക് അല്ലടാ, ചാത്തൻ സേവ. ഏയ് ഓ സോറി. ഒളിമ്പ്യൻ അടിപൊളി. ഇതെങ്ങനെ ചെയ്തു? It's nothing but practice. Practice. ഈ തിരിച്ചു വന്നതിന്റെ ടെക്നിക്ക് എന്താണ് സർ? ഇറ്റ്സ് എ സിമ്പിൾ ടെക്നിക്. ചാത്തൻ സേവ. Hurry up, hurry up. ഈ കുട്ടികൾ ക്ലാസ്സിലേക്ക് മാർച്ച് ചെയ്ത് പോകാറില്ലേ? ഉണ്ടല്ലോ. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അവർ മാർച്ച് ചെയ്യാറുണ്ടല്ലോ. ആനുവൽ ഡേക്കും റിപ്പബ്ലിക് ഡേക്കും. അത് പോരല്ലോ. അത് മതിയല്ലോ. ഇത് ഇതുവരെ പോയില്ലല്ലോ. ഇല്ലല്ലോ. പോയല്ലോ. Look boys, how to hit a goal? From center forward to right to left to center, cross the opponent backy and hit goal. So simple. What is this? ഫിസിക്കൽ ഡയറക്ടർക്ക് ഫോട്ടോഗ്രാഫി. അതെന്തിനാടാ? പുതിയ പാരയായിരിക്കും. കറക്റ്റടാ. Hi Olympian, how are you? Fine. Ma'am, I want to show you some interesting photographs. Yes. മിസ്റ്റർ വട്ടോളി, വട്ടോളി മാസ്റ്റർ ഇങ്ങോട്ട് വരൂ. സോറി മാഡം, ഐ എം കമ്മിങ്. ഗുഡ് മോർണിംഗ് മാഡം. എന്ത് പറ്റി വരലില്? ഞാൻ തകില് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഇങ്ങനെയാണോ കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഞാൻ ഫുട്ബോളിന്റെ തിയറി പഠിപ്പിച്ചു കൊടുക്കായിരുന്നു, സയൻസ് ഓഫ് ഫുട്ബോൾ. എന്നാൽ ഇങ്ങനെയാണോ ക്ലാസ്സിൽ ഇരിക്കുന്നത്? ദിസ് ഇസ് നോട്ട് ദ വേ ടു സിറ്റ്. മാം, വട്ടോളി മാഷിന്റെ ഇരിപ്പിനെ കുറിച്ച് പറയാനല്ല ഞാൻ വന്നത്. കുട്ടികൾ ക്ലാസ്സിൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണിക്കാനാണ്. നട്ടല് വളച്ച് ഒടിഞ്ഞു കുത്തി പിന്നെ എങ്ങനെ ഈ കുട്ടികൾ ആരോഗ്യവാന്മാരും ബുദ്ധിമാന്മാരും ആകും? നട്ടലിലാണോ ബുദ്ധി ഇരിക്കുന്നത്? മാം, നട്ടല് നിവർന്നിരുന്നാൽ മാത്രമേ സ്പൈനൽ കോഡ് ഊർജ്ജസ്വലമാകൂ. പിന്നെ എന്തിനാ ഇങ്ങനെ വളഞ്ഞു കുത്തി നിൽക്കുന്നേ? സ്പൈനൽ കോഡ് ഊർജ്ജസ്വലമായില്ലെങ്കിൽ ബ്രെയിൻ ഡള്ളാകുന്നതിൽ അത്ഭുതമുണ്ടോ? ഇത് ബുദ്ധിയുടെ കാര്യം. ഇനി ബോഡിയുടെ കാര്യം. ബാക്ക് ബോൺ നിവർന്നിരുന്നാൽ മാത്രമേ നെഞ്ചു വിരിഞ്ഞ് ലങ്സിലേക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ ഫ്ലോ ഉണ്ടാവൂ. അങ്ങനെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടക്കൂ.
ഉരുക്ക് ഞരമ്പുകളും ഇരുമ്പ് പേശികളുമുള്ള ഒരു തലമുറയാണ് നമുക്ക് ആവശ്യം. എ ജനറേഷൻ ഓഫ് സ്റ്റീൽ നെർവ്സ് ആൻഡ് അയൺ മസിൽസ്. You are right. ഇതൊന്നും സ്വന്തമല്ല മാഡം. സ്ഥിരമായി TV വരുന്ന ടയറിന്റെ പരസ്യമാണ്. ദൃഢപേശിയുള്ള ടയർ. സ്വന്തമായിട്ട് എന്തെങ്കിലും പറയൂ ഒളിമ്പ്യ. മാം, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികൾക്കൊരു വാമിംഗ് അപ്പ് ആവശ്യമാണ്. മാർച്ച് പാസ്റ്റിന് ശേഷമേ ക്ലാസ്സുകൾ തുടങ്ങാവൂ. അതുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ കൊളംബിയ. റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, ഓൾ ജൈജാന്റിക് ഡേയ്സ്. അത് പോരാ എന്ന് ഞാൻ പറയുകയായിരുന്നു. വികസിത രാജ്യങ്ങളിൽ ചീഫ് എക്സിക്യൂട്ടീവ് മുതൽ തൊഴിലാളികൾ വരെ PT കഴിഞ്ഞിട്ടേ ജോലി പ്രവേശിക്കൂ. വാട്ട് ഫോർ? ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? The answer is right on that wall. Quality is never an accident. It is always the result of intelligent effort. Ma'am, we should initiate a new package. Catch them young. കതിരിൽ വളം വെക്കരുത്. Trace the children from the roots and nurse them as buds. So kindly grant me a permission to observe them. എല്ലാ ക്ലാസ്സുകളിലും ഡോർമിറ്ററിയിലുമുള്ള അവരുടെ ഇരിപ്പ്, നടപ്പ്, കിടപ്പ് എല്ലാം ക്ലോസ് ആയി വാച്ച് ചെയ്യണം. Done. I am giving you blanket permission. Go ahead. Thank you, ma'am. നസർ, കാര്യങ്ങളുടെ പോക്കിന് നല്ലൊരു ടേക്ക് ഓഫ്. നമ്മുടെ ക്യാഷ് ദ മെങ് പാക്കേജ് ഇട്ടു. പ്രിൻസിപ്പൽ തലയും കുത്തി താഴെ. ഇപ്പോൾ ഒളിമ്പ്യന് പിള്ളേരുടെ കക്കൂസി വരെ കയറാം ഫോർ ഒബ്സർവേഷൻ. ആൺകുട്ടികൾ പെൺകുട്ടികൾ ഒരുമിച്ച് കുളിക്കേ. സ്കൂളിന്റെ ഡീസൻസി കിട്ടി കോളാമ്പി ഗോളടിച്ചു. ഹായ്. ഹായ് മദൻ. അവന്റെ ഒരു ഹായ് ചായോ കോളാമ്പി. കോളാമ്പിയുടെ പരിഷ്കാരം കൊള്ളാം. ഈ ആൺപിള്ളേരെയും പെൺപിള്ളേരെയും മുട്ടിപ്പിച്ചോണ്ടുള്ള പരിപാടി. സവായ് സ്കൂളിന് മുലക്കുപ്പിയുടെ ഏജൻസി കൂടി അറേഞ്ച് ചെയ്ത് കൊടുക്കൂ. മുലക്കുപ്പിയേക്കാൾ നല്ലത് മുലപ്പാല വട്ടോളി. അത് കുടിച്ച് വളരാൻ കുടുംബത്തിൽ പറക്കണം. വട്ടോളിക്കൊന്ന് കുളിക്കണം. വേണ്ട. Adults not admitted unless accompanied by a child. Sorry, Lily, I don't have a child. Can I? Oh, why not? Okay, do me a favor, Lily. 2ാം ക്ലാസ് മുതൽ 6ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പേരന്റൽ ഡീറ്റെയിൽസ് ഒന്ന് തരൂ. കുറച്ച് വെയിറ്റ് ചെയ്യാവോ? സാറിന്റെ ഡിസ്കസ് ത്രോ സൂപ്പർ. You can also do practice. ദീപ്തി പിള്ളെ, സ്റ്റാൻഡേർഡ് 6B. പേരൻസിന്റെ സ്ഥാനത്ത് എന്താ കോഡ് നമ്പർ മാത്രം? ഡ്യൂ ടു സെക്യൂരിറ്റി റീസൺസ്. ഇങ്ങനെ വേറെ കോഡ് നമ്പേഴ്സ് ഉണ്ടോ? 6-7 കുട്ടികളുണ്ടെന്ന് തോന്നുന്നു. ലിലി, ഈ കോഡ് നമ്പറുള്ള കുട്ടികളുടെ എല്ലാ ഡീറ്റെയിൽസും ഉള്ള ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് തരുമോ? വൈ നോട്ട്? താങ്ക് യു. What is it? ആനമുട്ട. സർ, കോഡ് നമ്പർ മാത്രമുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ്. Thank you, Lily. Lily, I don't have a child. Ma'am, good morning. Good morning. കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തിരിക്കുന്ന ഡേറ്റയിൽ ചില കുട്ടികളുടെ മുഴുവൻ ഡീറ്റെയിൽസും ഇല്ല. പേരൻസിന്റെ സ്ഥാനത്ത് ചില കോഡ് നമ്പറുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒളിമ്പ്യൻ എന്തിനാ ആ തരത്തിലുള്ള ഡീറ്റെയിൽസ്? വേണം മാം. നമ്മുടെ സിലബസിൽ ഇല്ലാത്തൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ക്യാരക്ടർ ഫോർമേഷൻ. 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ സ്വഭാവത്തിന് അവനേക്കാൾ പ്രായമുണ്ട്. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം ആരംഭിക്കും. ഗർഭകാലത്ത് അമ്മയിൽ ഉണ്ടാകുന്ന നേരിയ വികാര വിചാരങ്ങൾ പോലും ഒരു കുട്ടിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു പരിധിവരെ അമ്മയിലുണ്ടായ മാനസിക വ്യാപാരങ്ങളാണ് ചില കുട്ടികളെ ക്രിമിനലുകളും അന്തർമുഖന്മാരുമാക്കുന്നത്. മെഡിക്കൽ സയൻസ് ഹാസ് പ്രൂവ്ഡ് ഇറ്റ് ബിയോണ്ട് ഡൗട്ട്, മാം. So, what are you trying to say? കുടുംബ പശ്ചാത്തലം വിശദമായി അറിഞ്ഞെങ്കിൽ മാത്രമേ കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ്സും പ്രോബ്ലംസും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയൂ. പേരൻസിന്റെ കെയർ കിട്ടാത്ത ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ കെയർ നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. ജസ്റ്റ് ലൈക്ക് ഫീഡിങ് ആൻ അൺഹെൽത്തി ബോഡി വിത്ത് എക്സ്ട്രാ ഫുഡ്. മിസ്റ്റർ ഒളിമ്പ്യൻ, ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം പാരൻസ് ഉണ്ട്. ചില സെക്യൂരിറ്റി റീസൺസ് ഉള്ളതുകൊണ്ട് ഐ കാനോട്ട് ഡിസ്ക്ലോസ് ഇറ്റ്. ഐ എം സോറി. ഹലോ, യെസ്, സ്പീക്കിംഗ്. ഹൗ ആർ യു? Yeah, he's fine. No, not at all.
എക്സ്ക്യൂസ് മീ. എന്താ? Now, from among these 7 wonders, oh Jesus, show me the real wonder. Yes? Hi, Nasser. Morning, sir. Good morning. Good morning. Nasser, please note this number, 92430-34287. Sir. Principal Susan Royയുടെ സെൽ നമ്പറാണിത്. Sir. BPL ആണെന്ന് തോന്നുന്നു. അതെ. I want to get a duplicate SIM card of this number. No, it's wrong. Rewrite it. Next. എന്താ പ്രിൻസ്? ടോണി, സ്റ്റാൻഡ് അപ്പ്. ചെവി പൊട്ടിയിരുന്നെങ്കിലോ? പിന്നെ നീ തടയുന്നോ? അടിക്കുന്ന ഞാൻ ശരിയാക്കുന്നുണ്ട്. You dirty devil. Who are you? എന്റെ ക്ലാസ്സിൽ കയറാൻ താൻ ആരാടോ? What do you think of yourself? Get out. എന്താ എന്റെ ടീച്ചറെ ഇത്ര ദേഷ്യപ്പെടാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? കുട്ടികളെ അടിക്കുന്ന കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. ഐ ലവ് ദം. ദേ ആർ മൈ വീക്ക്നെസ്. തന്റെ വീക്ക്നെസ് വീട്ടിൽ കൊണ്ടുപോയി കെട്ടുകൊണ്ടെടുത്ത് വെച്ചാൽ മതി. This is my class and mind it. അല്ല ടീച്ചറെ, ഇത് കാളയുടെ മൂക്ക് കയറല്ലേ? ഇതുകൊണ്ടാണോ കുട്ടികളെ അടിക്കുന്നത്? അല്ല, ഒരു സംശയം, നമ്മുടെ അപ്പൻ കാളവണ്ടിക്കാരനായിരുന്നോ? Shut up. Stop it. ടീച്ചർ എന്താ BP ഉണ്ടോ? ബ്ലഡ് പ്രഷർ? എന്താ നിങ്ങളുടെ ടീച്ചറിന്റെ പേര്? എന്റെ ഈശോ, ഏഞ്ചൽ മേരിയോ. അപ്പൊ ചെകുത്താൻ മേരിന്ന് മാറ്റിയാലോ? നോ. എന്താ നിന്റെ പേര്? എന്താ അവന്റെ പേര്? ടോണി ഐസക്. ടോണി ഐസക്. ടോണി. എങ്ങനെ ചെവിക്കകത്ത് അടിച്ചാ ചെവിക്കല്ല് പൊട്ടിപ്പോകത്തില്ലേ? നീ എന്തിനാ പാവത്തിനെ ഉപദ്രവിച്ച്? യു മസ്റ്റ് ഗോ ആൻഡ് സേ സോറി ടു ഹിം. നീ വലിയ ദേഷ്യക്കാരനാണല്ലോ. അത് എന്താ മോന്റെ ഡാഡിയുടെ പേര്? ടോണി. ടോണി. ഇതവന്റെ ചെറിയ നമ്പർ. ഇവൻ കൊള്ളാമല്ലോ. ഒളിമ്പിയ അവൻ മഹാപോക്രിയാ. കോപ്പി അടിക്കും, സിഗരറ്റ് വലിക്കും, പെട്രോൾ കുടിക്കും. Don't lie. സത്യം പറഞ്ഞേക്കരുതേ, ഞങ്ങളുടെ കഥയാവാൻ കഴിക്കും.
ഇവൻ മുറിയെ വലിക്കത്തുള്ളല്ലേ? അവൻ അതാ ഇഷ്ടം, പെറുക്കി തീനി. ഇതിനകത്ത് വേറൊരു സാധനം ഉണ്ട്. എന്താ? ഇവനെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. ഇവന് എന്റെ റൂമിലിരിക്കട്ടെ. ഇതിനെ ഒരു പ്രാവശ്യം എന്റെ കോളറിനകത്ത് ഇട്ടിട്ടുള്ളതാ. സാറിത് എവിടെയായിരുന്നു? ഞാനൊരു പഴുതാരെ പിടിക്കാൻ പോയി. പഴുതാരിയോ? എന്താ കാര്യം? ഒന്നുമില്ല, പ്രിൻസിപ്പൽ മാം വിളിക്കുന്നു. ആ. How dare you are? ഏ? നിങ്ങൾ കൈക്ക് പിടിക്കുമോ? What? ഞങ്ങൾ സ്ത്രീകളുടെ കൈക്ക് കയറി പിടിക്കുമോന്ന്? ഏയ്, എടോ കൊളാമ്പി, what is the meaning of PT? What is the meaning of PT? PT എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ട്രെയിനിങ് എന്നാണ്, പോക്കൃത്തരം ട്രെയിനിങ് എന്നല്ല. യു അണ്ടർസ്റ്റാൻഡ്? yes. സോറി. You dirty! Madam, I will I didn't kill mean- you! മോർണിംഗ് മാം. Mr. Anthony, what is this? എന്റെ കയ്യിലിരുന്ന വടി ബലമായി പിടിച്ചു വാങ്ങാൻ ഇയാളാരാ? എന്റെ പപ്പ കാണാരിക്കാരെന്ന് പറയാൻ താൻ ആരടോ? Angel, സോറി മാം, ചിൽഡ്രൻ ആർ മൈ വീക്ക്നെസ്. കാളെ അടിക്കുന്ന ഈ ചാട്ടം കൊണ്ട് കുട്ടികളെ അടിച്ചപ്പോൾ ഇത് വെച്ചിടിച്ച് എന്താ കുഴപ്പം? എന്താ കുഴപ്പം? എന്താ കുഴപ്പം? പറ, എന്താ കുഴപ്പം? എന്താ കുഴപ്പം? മുരിക്കിന്റെ തൊലിയുള്ളവർക്ക് കുഴപ്പമില്ല, കൊച്ചുകുട്ടികളോട് ഇത് വേണോ എന്നുള്ളതാണ് പ്രശ്നം. ഒരു പെണ്ണായി എന്റെ കൈ കയറി പിടിക്കാൻ താൻ ആരാ? സോറി സോറി, കൈക്ക് കയറി പിടിച്ചുവെങ്കിൽ ഐ എം റിയലി സോറി. സോറി ഏഞ്ചൽ, സോറി മാം, സോറി. എന്താ മോളെ ഇത്, കുട്ടികളെ പോലെ? ഛെ. Damn it! I'm resigning. I'm resigning from this school. Why should I? ഞാൻ എന്തിനു പോണം? ആ തെണ്ടിയുടെ മുമ്പിൽ ഞാൻ തോൽക്കാനോ? No. സാറ് ചോദിച്ച സൂസൻ റോയുടെ സിം കാർഡിന്റെ ഡ്യൂപ്ലിക്കേറ്റ്. ഗിവ് മീ യുവർ ഫോൺ പ്ലീസ്. Hello, Principal Susan Roy here. ഐ എം തോമസ് ഏലിയാസ് ഹിയർ. Tell me. മാം, എന്റെ കുട്ടിക്ക് സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് ഒരു അഡ്മിഷൻ വേണമായിരുന്നു. Sorry, admissions are over. പ്ലീസ്, എത്ര ഡൊണേഷൻ വേണമെങ്കിലും തരാം മാം. Then you please come and meet me on Sunday. ഓക്കെ, താങ്ക് യു മാം. സാർ, ആ മലഞ്ചാക്കിന് കാശിനോടുള്ളൊരു വിണ്ണ കണ്ടില്ലേ? സാർ, പേരന്റൽ ഡീറ്റെയിൽസ് ഇല്ലാത്ത കുട്ടികളുടെ വിവരങ്ങൾ വല്ലതും? നാസർ, ഞാനൊരു മഹാ അത്ഭുതത്തെ കണ്ടു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടോണി ഐസക്. അവന്റെ അപ്പനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവനെടുത്തൊരൊറ്റ ചാട്ടം 20 അടി താഴെ.